MBBS കഴിഞ്ഞുള്ള ലൈസൻസിങ് എക്സാമിനകത്ത് ഒരു ചെറിയ കുരുക്ക് കിടപ്പുണ്ട്. പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം. അത് നിങ്ങളെ മനസ്സിലാക്കിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായും കാണുക, സോ ദാറ്റ് നിങ്ങൾക്ക് ഈ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ലൈസൻസിങ് എക്സാം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന പേര് FMGA ആയിരിക്കും. അതായത് പുറത്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് എഴുതേണ്ട പരീക്ഷ. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെ മോറോവർ നിങ്ങൾക്കറിയാം FMGA ഇനി മുതൽ നെക്സ്റ്റ് ആവും. അപ്പോൾ നെക്സ്റ്റിനെ കുറിച്ചായിരിക്കും പറയുന്നത് എന്നായിരിക്കും വിചാരിക്കുന്നത്. എന്നാൽ നെക്സ്റ്റും അല്ല. ഈ രണ്ട് പരീക്ഷയും അല്ലാതെ മറ്റൊരു പരീക്ഷ നിങ്ങൾ ഫോറിനിലാണ് പഠിക്കുന്നത് എങ്കിൽ എഴുതേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ഇതിനെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾ ഏത് എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റിലൂടെയാണോ, അതായത് അഡ്മിഷൻ ഗൈഡൻസിൻ്റെ ആളിലൂടെയാണോ ഒരു ഫോറിൻ അഡ്മിഷൻ എടുക്കുന്നത്, ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അത് ചോദിക്കാതെ അവിടെ ചെന്നതിന് ശേഷം പെട്ടുപോയി എന്ന് പറയരുത്. ഞാൻ ഈ ഫോറിൻ MBBSൻ്റെ ഭാഗമായിട്ട് പല വിദേശ രാജ്യങ്ങളിലും യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, അതിൻ്റെയൊക്കെ വീഡിയോസും ഞങ്ങളിങ്ങനെ പതുക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ കുട്ടികളോട് നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പല വീഡിയോകളും ചെയ്യുന്നത്. കാരണം അവർക്ക് ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്, അവരിൽ ചിലർക്ക് ശ്രദ്ധിക്കാതെ വന്നിട്ടുണ്ട്. അത് ഭാവിയിൽ മറ്റാർക്കും പറ്റരുത് എന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാൻ എപ്പോഴും കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇനി വരാൻ പോകുന്ന കുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അപ്പോൾ അവർ പറയുന്ന പോയിന്റുകൾ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ചിലപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളത്. അത്തരത്തിലൊരു വീഡിയോ ആണിത്. ഈ ലൈസൻസിങ് എക്സാം എന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ എക്സാമിനെ കുറിച്ച് പലരും അവെയറാണ്. പക്ഷേ നമ്മൾ ഫോറിനിൽ ചെന്ന് MBBS പഠിച്ചതിന് ശേഷം ആ രാജ്യത്ത് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് നമ്മൾ നേടണം എന്നൊരു റൂള് NMCക്ക് ഉണ്ട്. അത് 2021 പുറത്തു വന്ന റൂളിനകത്താണ് ഇന്ത്യയിൽ NMC ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ റൂൾ പ്രകാരം ആ രാജ്യത്ത് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് നമ്മൾ നേടണമെങ്കിൽ ആ രാജ്യത്ത് ഒരു ലൈസൻസിങ് എക്സാം ഉണ്ട് എങ്കിൽ അത് നമ്മൾ എഴുതേണ്ട ആവശ്യം വരില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ലൈസൻസിങ് എക്സാം ഇംഗ്ലീഷിലല്ലാതെ അവരുടെ മാതൃഭാഷയിലാണ് എങ്കിൽ നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യതയില്ലേ? ചിന്തിച്ച് നോക്കൂ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ചൈനയുടെ ലൈസൻസിങ് എക്സാം കിടക്കുന്നത് ചൈനീസ് ഭാഷയിലാണ്. അപ്പോൾ നമ്മൾ എത്ര ഭാഷ പഠിക്കുന്നു, നമ്മൾ പുതുതായിട്ട് ഇപ്പോൾ പഠിക്കും, നമ്മൾ റെഡി ആവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും അത് ഓക്കെ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരാളോട് അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിച്ച് നിൽക്കാനുള്ളത്, അതായത് ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കാനുള്ളൊരു സ്കില്ലുണ്ടാവും. പക്ഷേ അത് വെച്ചിട്ടൊന്നൊരു പരീക്ഷയിലൊന്നും പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു സ്കില്ലിലേക്ക് ഒരു വ്യക്തി എത്തിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അപ്പം നിങ്ങൾ ഫോറിനിലേക്ക് MBBS പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ കാര്യം കൃത്യമായി ക്രോസ് ചെക്ക് ചെയ്യുക. ഏതൊക്കെ കൺട്രികളിലാണ് MBBS കഴിഞ്ഞാൽ ആ രാജ്യത്തെ ലൈസൻസിങ് എക്സാം ക്ലിയർ ചെയ്യുവാനായി നമ്മൾ അവരുടെ ലാംഗ്വേജിൽ പരീക്ഷ എഴുതേണ്ടി വരിക എന്നുള്ളത്. അപ്പം ചിലർ ചിന്തിക്കുന്നുണ്ടാവും, ഞങ്ങൾ ആ രാജ്യത്ത് നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ, ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്കല്ലേ വരുന്നത്, പിന്നെ എന്തിനാണ് ഞങ്ങൾ അവിടുത്തെ ലൈസൻസിങ് എക്സാം എഴുതുന്നതെന്ന്. അങ്ങനെ ആരും വിചാരിക്കരുത്. നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് നിർബന്ധമാണ്. അത് NMC റൂളാണ്. ആ ലൈസൻസ് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വളരെയധികം അവെയർ ആയിരിക്കുക ഈ കാര്യത്തിനെക്കുറിച്ച്. ഓരോ രാജ്യങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും എനിക്ക് ഇങ്ങനെ അടച്ചു പറയാൻ പറ്റത്തില്ല ദാറ്റ് എല്ലാ സ്ഥലത്തും അവരുടെ ലാംഗ്വേജിലാണ് പരീക്ഷ. ഇംഗ്ലീഷിൽ പരീക്ഷ നടത്തുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷേ ഈ പോയിന്റ് ശ്രദ്ധിക്കാതെ നിങ്ങൾ പോകരുത്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബദ്ധം പറ്റും. ഈ ഫോറിൻ MBBSനെ കുറിച്ചുള്ള എന്ത് വിവരങ്ങൾ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുകയാണ് എങ്കിലും എന്നോട് ഡയറക്റ്റായിട്ട് ഒരു 1-to-1 മീറ്റിങ്ങിലിരുന്ന് കുട്ടികളും നിങ്ങളുടെ പാരൻസും ഇരുന്ന് സംസാരിച്ച് ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാരിറ്റി വരുത്താം. അതിനുവേണ്ടി നിങ്ങൾക്ക് കാംബ്രിയ അഡ്മിഷൻസിനെ ഏത് സമയം വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. ജെനുവിനായി നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾക്ക്, നമ്മൾ പറയില്ലേ, ചില അബദ്ധങ്ങൾ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് ആ കാര്യം പറഞ്ഞു തന്നപ്പോഴത്തേനും ഭയങ്കര പോളിഷ് ചെയ്ത് പറഞ്ഞു തന്നു. അപ്പോൾ ആ പോളിഷ് ചെയ്ത കാര്യം കേട്ടിട്ട് നമ്മളങ്ങ് വീണുപോയി. ഞാൻ ഒരിക്കലും ഒരു ഫോറിൻ എഡ്യൂക്കേഷൻ്റെ ഇവാഞ്ചലിസ്റ്റ് ഒന്നുമല്ല. ബട്ട് സ്റ്റിൽ ഫോറിൻ എഡ്യൂക്കേഷൻ ഒരുപാട് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുമുണ്ട്. ആ ഗുണദോഷങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ആത്മാർത്ഥമായി അവിടെ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ പോവുക. പക്ഷെ പോകുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോവുക. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.